ഹായ് ഹലോ അസ്സലാമലൈക്കും എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ എല്ലാവർക്കും? അൽഹംദുലില്ലാ ഞങ്ങളും സുഖമായിട്ട് പോകുന്നു കേട്ടോ. കഴിഞ്ഞ വീഡിയോകൾക്കൊക്കെ നിങ്ങളെല്ലാവരും തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ് അറിയിക്കുകയാണ്. തുടർന്നും നിങ്ങളെ സപ്പോർട്ടും സഹകരണമൊക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ സ്ഥിരമായിട്ട് നമ്മളെ വീഡിയോ കണ്ട് നമ്മളെ കമൻ്റായിട്ടും ലൈക്കായിട്ടും സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരോടെല്ലാവരും ഒരിക്കൽ കൂടി എല്ലാവരോടും താങ്ക്സ് അറിയിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ കണ്ടു നോക്കല്ലേ. ഇന്ന് സ്കൂളൊന്നും ഇല്ലാത്തൊരു ദിവസമാണ് കേട്ടോ. ശനിയാഴ്ചറ്റം ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. കാരണം വീഡിയോ ഞാൻ ചിലപ്പോൾ കുറച്ച് ദിവസം മുന്നേ ഒക്കെ എടുത്ത് വെച്ച വീഡിയോ ആയിരിക്കും ചിലപ്പം 2 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് എഡിറ്റ് ചെയ്തൊക്കെ ഇടുന്നുണ്ടാവുക. അതുകൊണ്ടാണ് കേട്ടോ. എന്തായാലും സ്കൂളില്ലാത്തൊരു ദിവസം തന്നെയായിരുന്നു. കുട്ടികൾ മദ്രസയിലേക്ക് പോയിട്ടുണ്ട്. അപ്പം ഞാൻ രാവിലത്തെ കടി ഇന്ന് സാധാ നമ്മളെ എന്താ പറയുക ദോശ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മീൻ വാങ്ങിയിട്ട് മുളക് ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട്. മീൻ കറിയും ദോശയാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ദോശക്ക് മുട്ടയിട്ട് വാങ്ങിയിട്ട് വെച്ചിട്ട് പിന്നെ ഉച്ചക്കേക്ക് ചോറിന് പിന്നെയും മീനാക്കണ്ടേന്ന് വിചാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു മീൻ അങ്ങോട്ട് വാങ്ങി കറി വെക്കാം. എന്നാൽ ചോറിനും കടിക്കും ഉള്ളതാവുമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അതാണിപ്പം കറിക്കുള്ളത് സാലനാണ് ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുന്നത് കേട്ടോ. കുട്ടികളെ വിട്ടിട്ട് പിന്നെ ഇരുന്നിട്ടില്ലായിരുന്നു ഞാൻ. മീനും വാങ്ങിയിട്ടില്ല. മീൻകാരൻ വരാൻ സമയമാവുന്നേ ഉള്ളൂ. പക്ഷെ ഞാൻ വേഗം മീനിനുള്ള കറി അങ്ങോട്ട് ആക്കി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനുള്ള സാലനയൊക്കെ ഒന്ന് വാട്ടി ഒന്ന് എന്താ പറയുക പൊടികളൊക്കെ ഇട്ടൊന്ന് ആ ഒരു കറി അങ്ങോട്ട് തിളപ്പിച്ച് അങ്ങോട്ട് വെക്കും. അപ്പോഴത്തേക്കും മീൻ വന്നിട്ടുണ്ടായിരുന്നു. പോയി മീനൊക്കെ വാങ്ങി വന്നിട്ടുണ്ടായിരുന്നു. കുഞ്ഞമത്തിയായിരുന്നു കേട്ടോ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. കുറച്ച് കറിയും വെക്കാം കുറച്ച് പൊരിക്കും ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ട് അതിൻ്റെ പരിപാടിയിലാണ്. അങ്ങനെ ഇതാ കറി ഗ്യാസുമേൽ ഞാൻ ആക്കിയിട്ടുണ്ടായിരുന്നു. ഇതാ സാലനൊക്കെ റെഡിയാക്കി പിന്നെ വേഗം പോയി മീനൊക്കെ നന്നാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കറി വെക്കാനുള്ളത് ആ കറിയിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി അതൊന്ന് വെന്തിട്ട് ഒരിച്ചിരി പച്ച വെളിച്ചെണ്ണ ഒറ്റിച്ചിട്ട് അങ്ങോട്ട് ഓഫാക്കിയാൽ മതി. പിന്നെ ഉച്ചക്കേക്ക് പൊരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മീനൊന്ന് മസാല പുരക്കിയിട്ടൊന്ന് എടുത്ത് വെക്കുന്നുണ്ട്. അതിനി ബാക്കി പണികളൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ ചോറ് വയ്ക്കാൻ നേരത്തെ അങ്ങനെ പൊരിക്കാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളെ കറി അവിടെ റെഡി ആയിക്കണം. ഉച്ചക്കത്തെ ചോറിനേക്കും ചിലപ്പോൾ രാത്രിക്കൊക്കെ ഉണ്ടെങ്കിൽ അത് തന്നെ ആയിക്കോട്ടോ. അതിൻ്റെ കൂടെ ഞാൻ എന്തെങ്കിലും ഒന്ന് താളിക്കാൻ ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം രാവിലെ കടിക്കന്നെ ആക്കണതുകൊണ്ട് ചിലപ്പോൾ വൈകുന്നേരം വരെ ഈ ഒരു കറി മാത്രമാകുമ്പോൾ തികയൂല. മക്കളും എല്ലാവരും ഉള്ളത് അതിനോണ്ട് തന്നെ വേറെ വെള്ളരിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ വെള്ളരിയൊറ്റൊന്ന് ചെറുതായിട്ടൊന്ന് കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് താളിക്കുക. ഈ ഒരു മീൻ മുളകിട്ടതും പിന്നെ മീൻ പൊരിച്ചതും ഉണ്ടല്ലോ അതൊക്കെ തന്നെയാണ് കേട്ടോ ഇന്നത്തേക്ക്. അപ്പോൾ അതാ കറി സെറ്റായിന്. ഇനിയിപ്പോൾ അതാ ദോശക്കുള്ള അരി ഞാൻ തലേന്ന് തന്നെ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ചില ദിവസം ഞാൻ അരി വെള്ളത്തിലിടാൻ മറന്നുപോയാലും രാവിലെ ഒരു 5:30 5:45 ആകുമ്പം എണീക്കുമല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് വേഗം അങ്ങോട്ട് ഇടലുണ്ട് കേട്ടോ. പച്ചരി പൊതിരാൻ അതിന് മാത്രം സമയമൊന്നും വേണ്ടാലോ. അങ്ങനെ ഇതാ അരിയും ഒന്ന് അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഇക്കാൻ്റെ വെള്ളം ചൂടായിക്ക് കുളിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തീ കെടുന്നതിൻ്റെ മുന്നേ തന്നെ ചോറിനുള്ള വെള്ളം അങ്ങോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചില ദിവസം നമുക്ക് വേഗം തീർക്കണം എന്നുള്ള വേഗം പണികൾ തീർക്കണം അല്ലെങ്കിൽ വേഗം അടുപ്പിൻ്റെ അടുത്ത പണികൾ തീർക്കാണ്ട് ബാക്കി പണി പിന്നെ എടുക്കുക അങ്ങനെയൊക്കെ ഒരു നമുക്ക് ചില ദിവസം ഓരോരോ തോന്നലുകൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിനനുസരിച്ച് അങ്ങനെ പോകും കേട്ടോ. അപ്പോൾ ഞാൻ ചോറിനുള്ള വെള്ളം അത് അവിടെ ഒന്ന് അടുപ്പത്തൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. തീയൊന്നും അങ്ങനെ കാര്യമായിട്ട് കത്തണമൊന്നും ഇല്ലേം താനും കേട്ടോ. ചകിരിയും ചിരട്ടയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. തീ കെടാൻ വേണ്ടി നിൽക്കുന്നിടത്ത് ഞാൻ ആ ഒരു കണലിലേക്ക് തന്നെ വേഗം ചെമ്പിൽ വെള്ളം അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് അതിന് കേട്ടോ. നാസിമോന് ഉണരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൊന്ന് ഓനെ നോക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയതായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലേറ്റം ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലിയർ കുറവുണ്ട് എന്നുള്ളത്. ശരിയാണ് കേട്ടോ. നമ്മളെ വീഡിയോക്ക് ക്ലിയർ കുറവുണ്ടാവും. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ചിലപ്പം അറിയായിരിക്കും. ചിലപ്പോൾ പുതിയതായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഈ ചോദിക്കുന്നുണ്ടാവുക. എന്താണെന്ന് വെച്ചാൽ നമ്മളത് ഒന്നാമത്തെ പിന്നെ ഷീറ്റ് കൊണ്ട് ഫുള്ളായിട്ട് മറച്ചതാണ്. ഷെഡായതുകൊണ്ട് ഫുള്ളും ഷീറ്റ് കൊണ്ട് മറച്ചതാണല്ലോ. അപ്പം ഒരു ജനലോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഒന്ന് വെളിച്ചം ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ലൈറ്റും കൂടെ ഇട്ടിട്ടില്ലെങ്കിൽ നല്ല ഇരുടായിരിക്കും കേട്ടോ. ഒറ്റ സ്ഥലത്തും ഒരു വെളിച്ചം കയറാനുള്ള ഒരു സംവിധാനമൊന്നും ഇല്ല. താഴെ അടുപ്പുള്ള ആ ഒരു അടുക്കളയിലാണ് പിന്നെയും കുറച്ച് വെളിച്ചമൊക്കെ ഉണ്ടാവുക. ബാക്കിയുള്ളിടത്ത് നമ്മൾ ആ ഒരു ലൈറ്റ് കത്തിക്കുമ്പോൾ ആ ഒരു വെളിച്ചം തന്നെ ഉണ്ടാവുള്ളൂ. അല്ലാതെ വേറൊരു വെളിച്ചം ഉണ്ടാവില്ല കേട്ടോ. അപ്പം അതുകൊണ്ടൊക്കെയാണ് ഒരു വെളിച്ചക്കുറവ് നമ്മളെ വീഡിയോക്ക് തോന്നുന്നത് കേട്ടോ. പിന്നെ എന്താ പറയുക ഞാൻ പരമാവധി ലൈറ്റും വെളിച്ചവും ക്ലിയറൊക്കെ വരുത്താൻ വേണ്ടി നോക്കലുണ്ട്. എന്നാലും ചിലപ്പോൾ ആ ഒരു ബൾബിൻ്റെ ആ ഒരു നിഴല് പോലെ ആ ഒരു വെളിച്ചമൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാവലുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാവരും ഒന്നും അഡ്ജസ്റ്റ് ചെയ്യുക കേട്ടോ.
അങ്ങനെ ഞാനിതാ തീയൊക്കെ കത്തിച്ച് ചോറിനുള്ള വെള്ളം അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും നാസിമോൻ ഇതാ എണീച്ച് വന്നിട്ടുണ്ടായി. ഓനെ ഞാൻ പിന്നെ കുറച്ച് നേരം ഒന്ന് എടുത്തൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു. ചില ദിവസം മാത്രമാണ് അങ്ങനത്തെ കിറുക്കൊക്കെ ഉണ്ടാവലുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഓൻ എണീച്ച് വന്നാൽ ഓൻ്റെ കളിയും കാര്യമായിട്ട് അങ്ങനെ നിന്നോളും. ചിലപ്പോൾ ഒന്ന് എടുക്കുകയും ഇതാക്കുകയൊക്കെ വേണ്ടി വരും. അപ്പോൾ ഓനെ എടുത്ത് ഇതാ ഓനക്ക് ചായയൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. അപ്പോൾ ദോശ ഇതാ ചുട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഒരടുപ്പത്ത് ചായക്കുള്ളതും ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കറി എന്തായാലും ആയിനല്ലോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇങ്ങനെ ചൂടോടെ ചുട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ അങ്ങോട്ട് കഴിച്ചോളൂ കേട്ടോ. തണുത്തത് ആർക്കും അങ്ങനെ വലിയൊരു ഇത് ഉണ്ടാവില്ല. എനിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ചൂടുള്ള ഭൂരിയും പിന്നെ ഇതേപോലെ നമ്മളെ ഈ നീർദോശ അല്ലേ, ഈ ഒരു ദോശ നല്ല മധുരമുള്ള കട്ടൻ ചായൻ്റെ കൂടെ കൂട്ടിയിട്ട് കഴിക്കാൻ എനിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഞാനിതാ ഫസ്റ്റ് തന്നെ നാസിമോൻക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതൊക്കെ ഒന്ന് ചുട്ടെടുക്കട്ടെ. കറി ആയപ്പോൾ തന്നെ വലിയൊരു സമാധാനം കേട്ടോ. ഒന്നാമത്തെ ഉച്ചക്കേക്ക് ഉള്ളതും കൂടെ ആയിക്കണല്ലോ എന്നുള്ളൊരു സമാധാനേ. ചോറിനുള്ള വെള്ളം അപ്പുറത്ത് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ ചോറും അവിടെ നിന്ന് ആയിക്കോളും, കറിയും റെഡി ആയിന്. പിന്നെന്താ മീൻ പൊരിക്കാനുള്ളതും പെരക്കി വെച്ചിട്ടുണ്ട്. വേഗം ഒരു താളിപ്പും കൂടെ ഉണ്ടാക്കിയാൽ ഇന്ന് വെച്ചുണ്ടാക്കൽ പരിപാടികളുടെ കാര്യത്തിലൊരു ഒരു തീരുമാനവും ഒരു സമാധാനമൊക്കെ ഉണ്ട് കേട്ടോ. ഇനി ബാക്കിയുള്ള പണികളൊക്കെ അങ്ങോട്ട് എടുത്താൽ മതി. അപ്പോഴത്തേക്കും കുട്ടികൾ മദ്രസ വിട്ട് വന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഓർക്കും ചായയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നാണെന്നുണ്ടെങ്കിൽ എനിക്ക് പിന്നെ ഒന്ന് ഹെൽത്ത് സെൻറ്റർ വരെ പോകേണ്ട ആവശ്യമുണ്ട്. നമ്മളിവിടെ ചെറിയൊരു ഹെൽത്ത് സെൻറ്ററൊക്കെ ഉണ്ട് കേട്ടോ. ഒന്ന് നടന്ന് മേലേക്ക് പോകാനേ ഉള്ളൂ. അപ്പം അവിടുത്തെ ആശാ വർക്കർ വിളിച്ചിട്ട് നമ്മളെ റേഷൻ കാർഡും നമ്മളത് മാത്രമല്ല പൊതുവെ ഓരോരോ ഏരിയയിലെ ആൾക്കാരെ ഈ ഹെൽത്തിൻ്റെ എന്തോ പുതുക്കാൻ എന്തോ ഉണ്ട് വരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ചായയും കടിയൊക്കെ ആക്കി ചായ കുടിച്ച് കഴിഞ്ഞിട്ട് പോവാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കുട്ടികൾക്കൊക്കെ ചായ കൊടുത്തു. ഞാനും ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞപാട് ഇങ്ങോട്ട് പോന്നു. വേറൊരു പണിയും എടുക്കാൻ നിന്നിട്ടില്ലായിരുന്നു കേട്ടോ. അവിടെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വേഗം കഴിഞ്ഞിട്ട് പോയിട്ടും ഉണ്ടായിരുന്നു കേട്ടോ. ഞാനും അടുത്തുള്ള അവരെല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഓരെല്ലാം കൂടെ അങ്ങോട്ട് പോയിട്ട് അതൊന്നും ഒരു 5 മിനിറ്റത്തെ കാര്യമുള്ളൂ കേട്ടോ. നമ്മളെ ഒക്കെ ഇപ്പോൾ ഫുള്ളും കമ്പ്യൂട്ടറിലേക്ക് അപ്ഡേറ്റ് ആക്കി അങ്ങനെ എന്തൊക്കെയോ ആണെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ അതും കഴിഞ്ഞിട്ട് നേരെ പുരയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നിച്ചുമോൾ എന്തായാലും ഉണ്ടല്ലോ, ഓൾ പുരയിലുള്ള ദിവസം ചെറിയ ചെറിയ പണികളൊക്കെ ഞാൻ ഓളെ കൊണ്ട് എടുപ്പിക്കലുണ്ട് കേട്ടോ. ചെറിയ മുറ്റടിച്ച് വാരുക അങ്ങനത്തെയൊക്കെ ചെറിയ പണികളൊക്കെ എടുക്കാനുള്ള ഒരു ഇതൊക്കെ ആയിനല്ലോ. എന്നാലും വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ കൂടി തരുമൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ ഓൾ മുറ്റൊക്കെ അടിച്ചു വാരുന്നുണ്ട്. ഞാൻ വേഗം അകമൊക്കെ വൃത്തിയാക്കി ഒന്ന് തട്ടിക്കൊട്ടി വൃത്തിയാക്കി ഒന്ന് അടിച്ചു വാരി തുടക്കലും പാത്രം കഴുകലും അങ്ങനെ എൻ്റെ പണികൾ ഞാനും എടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. മുറ്റടിക്കൽ നിച്ചോൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ തന്നെ അവിടെ ഓസ് കാണുന്നില്ലേ വാഷിംഗ് മെഷീനിൽ, ഞാൻ അലക്കാൻ വേണ്ടിയിട്ട് മെഷീനിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളത്തിന് ഞാൻ ഇതേപോലെ ഓസ് ഇട്ട് കൊടുക്കലാണ് കേട്ടോ. നമ്മളെ പൈപ്പ് മെയിൻ പൈപ്പ് മുന്നിലാണുള്ളത്. അപ്പോൾ അവിടെ നിന്ന് പിന്നെ വെള്ളം ഇങ്ങോട്ടേക്ക് ഇങ്ങനെ ഞാൻ ഓസിൽ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യൽ. അങ്ങനെ ഞാൻ എൻ്റെ പണികളും എടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. നിച്ചോളെ കൊണ്ട് പറ്റുന്ന പണികളൊക്കെ ഓളും ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ ഒരുപാട് ആൾക്കാർ നമ്മളെ കമൻറ്റിലൂടെ നിങ്ങൾക്ക് വരുമാനം കിട്ടി തുടങ്ങിയോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വരുമാനം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഞാൻ നിങ്ങളെ അറിയിക്കുന്നതാണ് കേട്ടോ. കാരണം നിങ്ങളെ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമുക്ക് അങ്ങനെ ഒരു സംഭവം തന്നെ നടക്കുകയുള്ളൂ. കാരണം നമ്മൾ എത്ര നല്ല വീഡിയോ ഇട്ടാലും അത് കാണാൻ ആൾക്കാരുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു ചാനൽ കൊണ്ടൊക്കെ അതിൻ്റെതായ ഒരു നേട്ടമോ കാര്യങ്ങളോ ഉണ്ടാവുള്ളൂ. അപ്പോൾ എൻ്റെ ചാനൽ എന്തായാലും മോണിറ്റൈസേഷൻ ആയിട്ടുണ്ട്. അതുപോലെ ചെറിയ രീതിയിൽ ഡോളറൊക്കെ കയറി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ പൈസ കിട്ടാനായിട്ടില്ല, അതിനും എന്തൊക്കെയൊക്കെയോ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാണ് തോന്നുന്നത്. അപ്പോൾ എന്തായാലും പൈസ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നമ്മളെ വീഡിയോയിലൂടെ എന്തായാലും ഞാൻ നിങ്ങളോട് അറിയിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ഇതിൻ്റെ തുടക്കലും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പുറത്ത് കുറേ ചെരുപ്പുകൾ കഴുകാനുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു അവധി ദിവസമാണ് മെനക്കെട്ട് അതൊക്കെ ഒന്ന് കഴുകാൻ വേണ്ടിയിട്ട് നിൽക്കുക. അപ്പോൾ നിച്ചുമോളെ ഞാൻ ആ ഒരു പണിക്ക് ഞാൻ ഓളെ അങ്ങോട്ട് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓൾ അങ്ങനെ ഇരുന്ന് കഴുകി അവിടെ വെയിലത്ത് വെച്ചോളും. അപ്പോൾ ഞാൻ വേഗം ഇതിൻ്റെ പണികളും തീർത്തു. അകത്തത്തെ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അലക്കി തുണികൾ ആറിയുടെയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിലൊക്കെ തന്നെ നമ്മളെ ചോറും വെന്തു അതും വാർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. തുടക്കലും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ മീൻ കറി മാത്രമാണ് ഉണ്ട് എന്ന് പറഞ്ഞില്ലല്ലോ. അപ്പം ഇന്നിപ്പോൾ എല്ലാവരും കൂടെ ഉള്ളതാണ്. അപ്പോൾ ആ ഒരു കറി മാത്രം ആയാലും എന്തായാലും തികയൂല്ല. അപ്പോൾ ഞാൻ വെള്ളരി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു വെള്ളരി ഒന്ന് താളിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് നന്നാക്കി എടുക്കുന്നുണ്ട്. സാധാരണ വെള്ളരി അങ്ങനെ എല്ലായിടത്തും താളിക്കുമോയെന്നൊന്നും എനിക്കറിയില്ല. പരിപ്പും വെള്ളരിയൊക്കെ തേങ്ങ അരച്ചിട്ട് അങ്ങനെയൊക്കെ കറി വെക്കല്ലേ ചെയ്യുക. ഇവിടെ ആർക്കും അങ്ങനെ എനിക്കും വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ. ഈ പരിപ്പും വെള്ളരിയും തേങ്ങ അരച്ച് വെച്ചാലൊന്നും അങ്ങനെ വലിയൊരിതില്ല. അപ്പം ഞാൻ എന്തായാലും മീൻ മുളകിട്ടതുണ്ടല്ലോ, മീൻ പൊരിക്കാനും പെരക്കി വെച്ചിനല്ലോ. അപ്പോൾ പിന്നെ എന്താണ് ഇതൊന്ന് താളിക്കാൻ ഒന്ന് കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ചിട്ട് താളിക്കൂല നമ്മൾ, കുമ്പളങ്ങയും ചിരങ്ങയൊക്കെ താളിക്കണ പോലെ തന്നെ ഒന്ന് താളിക്കാമെന്ന് വിചാരിച്ചിട്ട് അതൊന്ന് മുറിച്ചെടുക്കുന്നുണ്ട്.
ഇവിടെ മക്കൾക്കൊക്കെ അങ്ങനെയാണ് കേട്ടോ ഇഷ്ടം. എന്തെങ്കിലും ഒരു താളിപ്പും പൊരിച്ചതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ അതൊന്ന് മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എനിക്കും ഭയങ്കര ഇഷ്ടമാണ് ഒരു താളിപ്പും എന്തെങ്കിലും ഒരു താളിച്ചതും പൊരിച്ചതൊക്കെ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം അതൊന്ന് ഞാൻ വേഗം ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ വേറെ വീട് വെക്കുന്നുണ്ടോ, അല്ലെങ്കിൽ പിന്നെ അതാണോ ഷെഡിൽ നിൽക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് കുറേ ആൾക്കാർ ചോദിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ വേറെ വീടും കാര്യങ്ങളൊന്നും വെക്കണമൊന്നുമില്ല. നമ്മൾ ഇത് തന്നെയാണ് കേട്ടോ നമ്മളെ വീട്. ഞാൻ പറഞ്ഞല്ലോ, സാധാരണ നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് എന്തായാലും ഇതൊക്കെ അറിയും. അപ്പോൾ പുതിയതായിട്ട് ചാനലിലേക്ക് നമുക്ക് കൂട്ടായിട്ട് വരുന്ന ആൾക്കാരെ കാര്യങ്ങളാണ് ഓരാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓർക്ക് മറുപടി കൊടുക്കുക എന്നുള്ളത് നമ്മളെ ഒരു ഇതാണല്ലോ, അതുകൊണ്ടാണ് കേട്ടോ പറയുന്നത്. അങ്ങനെ ഞാൻ ആ ഒരു വെള്ളരിയൊക്കെ മുറിച്ചിട്ട് അതിലേക്ക് ഉള്ളിയും പച്ചമുളകും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാനൊന്ന് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അത് നല്ല വെന്ത് വന്നിട്ട് അതിലേക്ക് കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വറവിട്ടാൽ നമ്മളെ കറി അവിടെ സെറ്റ് ആയിക്കോളൂ കേട്ടോ. അപ്പോൾ പിന്നെ മീൻ പെരക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ ഞാൻ അതും കൂടെ ഒന്ന് വേഗം പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതും കൂടെ പൊരിച്ച് ആ ഒരു കറിയും ഒന്ന് വറവിട്ടാൽ നമ്മളെ പണികളൊക്കെ അങ്ങോട്ട് എല്ലാ പണികളും കഴിഞ്ഞു. ഇനിയിപ്പോൾ കുളിക്കുക, ചോറ് വയ്ക്കുക എന്നുള്ളത് തന്നെയാണ് കേട്ടോ ഇന്നത്തെ ഒരു ഇത് എന്ന് പറയുന്നത്. അതേപോലെ ഇതേപോലത്തെ വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പം ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് തുടർന്നും നമ്മളെ സപ്പോർട്ടൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ നമ്മളെ വെള്ളരി താളിപ്പും കൂടെ റെഡി ആയിട്ടുണ്ട്. അടുക്കളയൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാനൊന്നും മറക്കല്ലേ. അപ്പോൾ എല്ലാവർക്കും ബൈ.